നമസ്കാരം. എൻ്റെ പഞ്ചായത്ത് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ആദ്യ പതിപ്പിന് തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. പല പഞ്ചായത്തു നിന്നും മെമ്പർമാരും പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെ വിളിച്ചിരുന്നു. അവരുടേതായ നല്ല പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ചെയ്യും. പലരും ഞങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയിലെ സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും എന്നതിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ ആഴ്ച ഇറക്കിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ട വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതും ഇതിനകം തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതും ആയിരിക്കാം. അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആണ് അത് ഈ പ്രാവശ്യവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 25/6/24 മുതൽ 24/8/24 വരെ ആഗസ്റ്റ് മാസം 24 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ടതുമാണെന്നും ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. മസ്റ്ററിംഗ് പുരോഗതി ആഴ്ചതോറും അവലോകനം ചെയ്യേണ്ടതും സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു എന്നുള്ള നടപടികൾ അപ്പോൾ തന്നെ ധനകാര്യ വകുപ്പിനെ അറിയിക്കാനും ഈ ഉത്തരവുകളിൽ അറിയിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യത്തോടെ കഴിഞ്ഞ വർഷവും നമ്മൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കുറേ പേരുടെയെങ്കിലും പെൻഷൻ നഷ്ടപ്പെടുകയും മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ നഷ്ടപ്പെടുകയും അത് സമയബന്ധിതമായി നടപ്പാക്കാത്തത് പലരുടെയും വീഴ്ചയെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഉത്തരവ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 20/6/24 ഇറങ്ങിയ ഉത്തരവാണ് എങ്കിൽ പോലും പ്രസക്തി വളരെയേറെ ഉള്ളത് കൊണ്ടാണ് നമ്മളിതിവിടെ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഇത് നമുക്ക് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ സംഭവിച്ചത് പ്രായാധിക്യം, അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അക്ഷയ കേന്ദ്രങ്ങൾ, അവരുടെ പ്രദേശത്തെ അക്ഷയ കേന്ദ്രങ്ങളെ ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ പോയി അത് മസ്റ്ററിംഗ് ചെയ്യാനുള്ള നടപടികൾ വാർഡ് മെമ്പർമാർക്ക് സ്വീകരിക്കാവുന്നതാണ്. പലരും അത് പല കേന്ദ്രങ്ങളാക്കി തന്നെ ചെയ്യുന്നുമുണ്ട്. അവരുടെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മസ്റ്ററിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങി അത് കൃത്യമായി ചെയ്യുന്നവരുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷവും പലരും മിസ്സായിപ്പോയി. അത് ഇപ്രാവശ്യം വരാതിരിക്കാനാണ് ഇതിവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ വാർഡ് എൻ്റെ നാട് എന്ന പങ്ക്തിയിൽ ഈ തവണ നമ്മുടെ കൂടെയുള്ളത് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ രമേശൻ കിഴക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ പദ്ധതിയിലേക്കും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ചേലോടെ ചെങ്ങോട്ടുകാവ് അഴുക്കിൽ നിന്നും അഴകിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള ഈ പ്രദേശം. എൻ്റെ പഞ്ചായത്ത് എൻ്റെ വാർഡ് ശുചിത്വമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ വാർഡിൻ്റെ ഒരു കവാടമാണ് ഈ പ്രദേശം. മാത്രമല്ല 2 പാർശ്വവൽക്കരിക്കപ്പെട്ട 2 കോളനികളുടെ സെൻറ്റർ കൂടിയാണ് ഇത്. ഈ പ്രദേശം ഇവിടെ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ കാടായും ഇഴജന്തുക്കളുടെയൊക്കെ സഹവാസ കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അതൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് ഇത് ഉപയോഗപ്രദമാക്കി മാറ്റണം എന്നൊരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഈ പ്രദേശത്തുള്ള ഈ അയൽസഭ എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തുള്ള ഈ വോയിസ് ഓഫ് ഗേറ്റിൻ്റെ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് അവിടെ നിന്ന് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും, അതായത് 3 തലത്തിൽ, അതായത് ഒരു ഭാഗത്ത് ഒരു സ്പാനലിനുള്ളിൽ പാർക്കും, അടുത്ത സ്പാനലിനുള്ളിൽ ഒരു ഓപ്പൺ സ്റ്റേജ്, അതുപോലെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട്, അതിന് തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ജിം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി. അതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഒരു ഫണ്ടും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ പാർക്ക് എന്ന് പറയുന്നത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ 6 മാസത്തെ ഓണറേറിയം ഇതിനു വേണ്ടി നീക്കി വെച്ചതാണ്. അങ്ങനെയാണ് പാർക്ക് ഉണ്ടാക്കിയത്. അതിനുശേഷം നാട്ടുകാരുടെ വകയായിട്ടാണ്, അതായത് വോയിസ് ഓഫ് ഗേറ്റിലെ ആൾക്കാരൊക്കെ തന്നെ ഒരു സഹകരണത്തിലൂടെ
നമുക്ക് പാർക്ക് ഓപ്പൺ സ്റ്റേജിന് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവരിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഇതിൽ നാട്ടുകാരുടെ വകയായ ഒരു ഓപ്പൺ സ്റ്റേജും മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ 6 മാസം ഓണററി ഞാൻ ഇതിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രാരംഭ പ്രവർത്തനങ്ങളാക്കി തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇനിയാണ് പഞ്ചായത്തിൻ്റെ വക, അതായത് ശരിക്കും ഒരു 3 തലത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഒന്ന് മെമ്പറുടെ വക, ഒന്ന് നാട്ടുകാരുടെ വക, അടുത്ത പഞ്ചായത്തിൻ്റെ വക ഓപ്പൺ ജിമ്മ്. ഏതായാലും അടുത്ത വർഷം സാമ്പത്തിക വർഷം 24-25 സാമ്പത്തിക വർഷത്തിൽ ഓപ്പൺ ജിമ്മ് കൂടി ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുന്നുള്ളൂ. ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ മുഴുവൻ പൂർണ്ണ സഹകരണം കൊണ്ട്, വോയിസ് ഓഫ് ഗേറ്റിലൊക്കെ തന്നെ പൂർണ്ണ സഹകരണത്താലാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ പ്രദേശം ഒരു അതായത് ശുചിത്വപൂർണ്ണമാക്കി മാറ്റാൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെയൊക്കെ തന്നെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ട്. അതായത് ഓപ്പൺ ജിമ്മ് വന്നാൽ അതിന് കുറച്ചുകൂടി ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ തന്നെ മാറാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഓപ്പൺ സ്റ്റേജ് കൊണ്ട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് എന്തെങ്കിലും യൂണിറ്റുകളൊക്കെ തുടങ്ങിക്കൊണ്ട് ഈ പ്രദേശം ഒരു നല്ലൊരു പ്രദേശമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും അതിന് വോയിസ് ഓഫ് ഗേറ്റിൻ്റെ പരിപൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അറിയിക്കുകയാണ്. ചോദിച്ചറിയാം നാട്ടുവിശേഷങ്ങൾ. എൻ്റെ പഞ്ചായത്ത് എന്ന നമ്മുടെ ചാനലിലെ 3-ാമത്തെ പങ്ക്തിയാണിത്. ഗ്രാമപഞ്ചായത്ത് തലവന്മാരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പാലിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരുടെയൊക്കെ വിശേഷങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെടുകയാണ്. 2023-24 വാർഷിക പദ്ധതിയിലെ 100% പൂർത്തീകരിച്ചിട്ടുള്ള കേരള സംസ്ഥാനത്തിലെ 4ാമതും കോഴിക്കോട് ജില്ലയിലെ 2ാം സ്ഥാനത്തും എത്തിയിട്ടുള്ള നരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജവഹർ പൂമംഗലമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ജവഹർ. നമസ്കാരം. നമ്മുടെ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതായത് ഒന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ട്രഷറി നിയന്ത്രണങ്ങളൊക്കെ തന്നെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്തിട്ടാണ് ജില്ലയിൽ 2ാമതും സംസ്ഥാനത്ത് 4ാം സ്ഥാനത്തും എത്താൻ നിങ്ങൾക്ക് സാധിച്ചതെന്ന് അറിയാം. സ്വാഭാവികമായും സാമ്പത്തികമായ പ്രതിസന്ധി പല പദ്ധതികളെയും ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വിളിച്ച് ശക്തമായ നിർദ്ദേശം നൽകി അതാത് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെ നേരിട്ട് വിളിച്ചു വരുത്തി ആ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്നും അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ എന്ത് സഹായമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി വാങ്ങി ഏത് വാർഡിലാണോ അത് ഇംപ്ലിമെൻറ്റിംഗ് ചെയ്യുന്നത് ആ ഇംപ്ലിമെൻറ്റിംഗ് ചെയ്യുന്ന വാർഡിലെ മെമ്പർമാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ തടസ്സങ്ങൾ നീക്കി എന്നതാണ് ആദ്യമായി ചെയ്തത്. പിന്നെ ഓരോ മാസത്തിലെയും മോണിറ്ററിംഗ് കൃത്യമായി നടത്തുകയും പരമാവധി പദ്ധതികൾ മാർച്ച് മാസത്തിലേക്ക് അവസാനത്തെ നമുക്കറിയാം ട്രഷറി നിയന്ത്രണവും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ കടന്നു വരാൻ ചാൻസ് ഉണ്ടെന്നും ഇനി അല്ലാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാലഘട്ടത്തിലും സ്വാഭാവികമായും മാർച്ച് മാസത്തിൽ പദ്ധതിയുടെ ക്വാളിറ്റി ഒരു കൃത്യമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാവാറുണ്ട്. ഒരേ റോഡ് തന്നെ കോൺട്രാക്ടർമാർ എടുക്കുന്ന സമയത്ത് അത് 4-5 റോഡ് ഒരേ കോൺട്രാക്ടർമാർ എടുക്കുന്ന സമയത്ത് എല്ലാ കോൺക്രീറ്റും ഒരേ ദിവസം വെക്കുക, അങ്ങനെ പല പ്രതിസന്ധികളും ടെക്നിക്കലായിട്ടുള്ള പല വിഷയങ്ങളും കടന്നു വരുന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ മെമ്പർമാരെ കൊണ്ട് അതിൽ ഇടപെടിച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരും അതേപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെ അതിൻ്റെ താഴോട്ട് വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ വലിയതായിരിക്കുന്നൊരു പങ്കാളിത്തം ചില സമയത്ത് പ്രാദേശിക സർക്കാരായിരുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായും കടന്നു വരുന്നതാണ് അതിർത്തി പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഈ വർക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതെല്ലാം അത് കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് മെമ്പർമാരുടെ ഭാഗത്തു നിന്നുള്ള സഹായത്തോടുകൂടി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പം ഭരണസമിതിയുടെയും അതുപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെ സ്റ്റാഫുകളുടെയും പരിപൂർണ പിന്തുണ തീർച്ചയായിട്ടും. ഓക്കെ വെൽ. അതുപോലെ മികച്ച കഴിഞ്ഞ വർഷത്തെ നല്ല നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് പദ്ധതികൾ നല്ല രീതിയിലുള്ള പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോട് ചെയ്ത പൂക്കൃഷി, ആ പൂക്കൃഷിയിൽ പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ്. ഞാൻ എല്ലാ ഗ്രാമസഭയിലും ജനപ്രതിനിധിയായി വന്ന ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സഹോദരിമാരുടെ നിരന്തരമായി അവരെ കുറിച്ച് പറയുന്നൊരു നമ്മുടെ നാടൻ ഭാഷ ആക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാം. ചില ആളുകൾ നാടൻ ഭാഷയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർ പോലും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്.
അപ്പുറത്തെ ആളുകളുടെ പറമ്പ് കൊത്തി കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ നിർബന്ധമായും പറയലുണ്ട്, ആ വാചകം നമ്മളുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ സഹായം ആവശ്യമുണ്ട്. എന്താണെന്നാൽ ഒരു 20% തൊഴിലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് നമ്മുടെ ഒട്ടേറെ തരിശുഭൂമിയുണ്ട്, നമ്മൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, നമ്മുടെ അയൽവക്കത്തുള്ള, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ വാർഡിൽപ്പെട്ട ആളുകൾ. അത് ഗ്രാമസഭയിൽ നിരന്തരം ആവർത്തിക്കുകയും അങ്ങനെ അത്തരം തരിശുഭൂമിയിൽ കണ്ടെത്തി തരിശുഭൂമിയിൽ കൃത്യമായി കൃഷി ഇറക്കിയതോടുകൂടി തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് അതിൻ്റെ ആളുകൾക്ക് ഒരു ആത്മാഭിമാനവും ഒരു അത് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ഞങ്ങളുടേതു കൂടിയാണ് ഈ പങ്കാളിത്തത്തോടു കൂടിയുള്ള പൂക്കൃഷി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഒട്ടേറെ ST കോളനി ഉൾപ്പെടെ SC കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് കൃഷി, ഇതെല്ലാം ക്ലബ്ബ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് വലിയ സന്തോഷം നൽകുന്നത്. പിന്നെയുള്ളത് ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ്. റിംഗ് കമ്പോസ്റ്റ് ഉൾപ്പെടെ ഭൂരിപക്ഷം വീടുകളിൽ കഴിഞ്ഞ 2 വർഷത്തെ പദ്ധതിയിൽ എത്തിക്കാൻ സാധിച്ചു. ഇനി ഈ വർഷത്തെ പദ്ധതിയും കൂടി ആകുമ്പോൾ ഏകദേശം അത് പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് പഞ്ചായത്തുള്ളത്. അപ്പോൾ ഈ അടുത്ത പുതിയ വാർഷിക പദ്ധതി ഗ്രാമസഭകളൊക്കെ തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു. നേരത്തെ കാലത്തെ ഗ്രാമസഭ വിളിച്ചു. അടുത്ത വർഷത്തേക്ക് പുതിയ പദ്ധതികളായിട്ട് നിങ്ങൾ ഇപ്പം വിഭാവനം ചെയ്തത് എന്തൊക്കെയാണ്? വരുന്ന ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും യുവാക്കളുടെ വലിയ കാലത്തെ ഒരാഗ്രഹമാണ്. നരിക്കുനിയിൽ നിലവിലൊരു ഗ്രൗണ്ടുണ്ട്, അത് പര്യാപ്തമല്ല. അതുകൊണ്ട് ഒരു ഗ്രൗണ്ട് നിർമ്മിക്കണമെന്ന വലിയൊരു ആഗ്രഹം യുവാക്കളുടെ ഭാഗത്തുനിന്നും വ്യത്യസ്തമായ ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ട്. അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടാമതായിട്ടുള്ളത് സ്വന്തമായി ഒരു MCF അവിടെ രൂപീകരിക്കുക, അത് പരിപൂർണമായി പ്രാവർത്തികമാക്കുക എന്നാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് ഉള്ള ഒരു ബഡ്സ് സ്കൂൾ, അതിൻ്റെ സ്ഥലം കണ്ടെത്തുക, അത് പൂർത്തീകരിക്കുക. ഇങ്ങനെ 2-3 പദ്ധതികൾ പരിപൂർണമായി ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ സന്തോഷം നൽകുന്നത് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാൻഡ് നവീകരിക്കാൻ പോവുകയാണ്. നരിക്കുനിയുടെ ചിരകാല പ്രയാസമായിരുന്ന വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലുള്ള വെള്ളക്കെട്ട് ഉൾപ്പെടെ ഏകദേശം 2 കോടി രൂപ MLAയുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. MPയുടെയും MLAയുടെയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ബൃഹത്തായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 80% ഗ്രാമസഭകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 38ഓളം പദ്ധതികൾ അതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വനിതകളുടെയും അതേ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും പരമാവധി അവരുടെയിലേക്ക് പദ്ധതികൾ എത്തിക്കാൻ വനിതകൾക്ക് കരാട്ട പരിശീലനമുണ്ട്, PSC പരിശീലനമുണ്ട്. അതേപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഗ്രൗണ്ട് എന്ന സ്വപ്നം പൂർത്തീകരിക്കേണ്ടതുണ്ട്. റിംഗ് കമ്പോസ്റ്റ് ഉണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് കവുങ്ങ് തൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറ്റിക്കുരുമുളകിൻ്റെ പദ്ധതിയുണ്ട്, അടുക്കള മുറ്റത്തെ കോഴി വളർത്തലുണ്ട്. ഇങ്ങനെയായ പദ്ധതികളാണ്. പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രസിഡന്റായി ആവുന്നു. ഇതിനു മുമ്പ് ആരായിരുന്നു ജവഹർ? ഞാൻ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചത് പുന്നശ്ശേരി AUP സ്കൂൾ മുതൽ കുട്ടമ്പൂർ ഹൈസ്കൂൾ, അതേപോലെ തന്നെ +2 നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ സോഷ്യോളജി BA വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചത് ഫാറൂഖ് കോളേജിൽ നിന്നാണ്. പിന്നെ MSW വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, സാമൂഹിക ചുറ്റുപാടുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് എൻ്റെ MSW ഞാൻ പൂർത്തീകരിച്ചത് ഈറോഡ് ശ്രീ അമ്മൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ്. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. ചെറിയ ചില ജോലികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും പൊതുപ്രവർത്തനം തന്നെയായിരുന്നു കൂടെ കൊണ്ട് നടന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് കടന്നു വന്നത്. യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് എൻ്റെ വാർഡ് മത്സരിക്കുവാൻ അതിൻ്റെ ഒരവസരം എൻ്റെ പാർട്ടിയും മുന്നണിയും നൽകിയപ്പോൾ ആ മത്സരരംഗത്തുണ്ടാവുകയും വലിയ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ആ വാർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് വരെ പരമാവധി അവരോട് നീതി പുലർത്തി എന്നാൽ കഴിയുന്ന സഹായങ്ങൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അതിനെനിക്ക് കരുത്തായി നിന്നത് എൻ്റെ പഞ്ചായത്തിലെ ജനങ്ങളും എൻ്റെ വാർഡിലെ ജനങ്ങളുമാണ്. അവരോടുള്ള കടപ്പാട് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കുടുംബം ഭാര്യ കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 2 കുട്ടികളാണുള്ളത്. എൻ്റെ പിതാവ് മുൻ പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയാണ്. ഇന്ന് എന്നോടൊപ്പമാണ് താമസിക്കുന്നത്. എൻ്റെ ഉമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ കുടുംബത്തിൽ പാപ്പ, ഉമ്മ, ഭാര്യ, എൻ്റെ 2 കുട്ടികൾ. അതാണ് എൻ്റെ കുടുംബം. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ മറ്റൊരു നല്ലൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ പഞ്ചായത്തിൽ, നമ്മളെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളെ നാടിനെ കുറിച്ചുള്ളൊരു സ്വപ്നം? നാടിനെ കുറിച്ചുള്ള സ്വപ്നത്തിൽ നമ്മുടെ ആരോഗ്യ രംഗമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി ഞാൻ കാണുന്നത്. വരാനിരിക്കുന്ന ഒരു വർഷം പദ്ധതിയിൽ വെച്ച് ചെയ്യുന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് നമ്മളൊക്കെ അതൊരു സങ്കടത്തോടു കൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇപ്പോൾ നിലവിൽ തന്നെ ഏകദേശം 2-3 കമ്മിറ്റിയിലെ ചെയർമാനോ അതല്ലെങ്കിൽ ഒരംഗമോ ആണ്.
രോഗികൾ വർദ്ധിച്ചു വരികയാണ്. പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള അതിനൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് എൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ പരമാവധി ആളുകളെ, ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയത് നരിക്കിനി ഗ്രാമപഞ്ചായത്തിൽ. അതിന് ഒരു അവാർഡ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ ആരോഗ്യരംഗത്തുണ്ട്. അതുകൊണ്ട് പ്രാദേശിക സർക്കാരുകൾ കൂടുതൽ ആരോഗ്യരംഗത്ത് ശ്രദ്ധ ചെലുത്തി ആളുകളെ ആരോഗ്യവാന്മാരാക്കി നിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വികസന സ്വപ്നമായി ഒരു ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലാവിധ ആശംസകളും ജവഹർ ഈ സമയത്ത് ഞങ്ങൾ നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ ചാനൽ എന്നെ ക്ഷണിക്കുകയും ഈ കാര്യങ്ങൾ പൊതുജന സമക്ഷം എത്തിക്കുവാൻ എടുത്തിട്ടുള്ള ഈ ഒരു വലിയ പങ്കാളിത്തത്തിന് എൻ്റെ വ്യക്തിപരമായും ഗ്രാമപഞ്ചായത്തിൻ്റെയും കടപ്പാട് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിലപ്പെട്ട സർക്കാർ ഉത്തരവുകൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രമുഖരുമായിട്ടും പല പഞ്ചായത്തുകളും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി അവരുടെ വിവരങ്ങളും വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ പഞ്ചായത്ത് അടുത്ത ആഴ്ച മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി. ഓക്കെ, ജയ് ഹിന്ദ്.